അപ്പോൾ സുരേഷ് ജോസഫ് എന്ന് പറയുന്ന ആൾ ഇങ്ങനെ അദ്ദേഹം ഒരു IRS ഓഫീസറാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു യാത്ര ലണ്ടനിലേക്ക് ബൈ റോഡ് പോകൊണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വണ്ടി ചവിട്ടി നിർത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞാലേ ഞാൻ വണ്ടി ഇവിടുന്ന് എടുക്കുള്ളൂ എന്ന്. അവരോട് നമുക്ക് പുള്ളിനെ ഇതാക്കുക ഭയങ്കര സീരിയസ് ടഫ് ആയിട്ടുള്ള ഒരാളാണ്. പുള്ളിയെടുത്ത് പോയിട്ട് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുള്ളിനെ പോയി മീറ്റ് ചെയ്തു. പക്ഷേ ആ യാത്രയെക്കുറിച്ച് പറഞ്ഞ ആ മൊമെൻറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു തോന്നലാണ് എനിക്കും പോകണം ആ യാത്രയിൽ എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റീസ് എന്താണ്, എത്ര ദിവസം എടുക്കും, എത്ര രൂപ ചിലവ് വരുന്നൊന്നും അപ്പം എനിക്കറിയില്ലായിരുന്നു. പിന്നെ അദ്ദേഹത്തിനെ കണ്ടു, അദ്ദേഹത്തിന് ആയിട്ട് സംസാരിച്ചപ്പോഴാണ് ഈ യാത്ര ഒരു ചില്ലറ പരിപാടിയല്ല പുള്ളി പ്ലാൻ ചെയ്തിരിക്കണമെന്ന് മനസ്സിലാവുന്നത്. 75 ഡേയ്സാണ് ട്രാവലിംഗ്, 80 ഡേയ്സാണ് ടോട്ടൽ യാത്ര. അപ്പോൾ ഏതാണ്ട് 3 മാസം വിട്ടു നിൽക്കണം, 3 മാസം യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം പക്ഷേ അത് കേട്ടപ്പോൾ എനിക്ക് ഒരു അങ്കലാപ്പ് അപ്പം തോന്നിയില്ല. കാരണം പോകുന്ന റൂട്ടിനെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യ, നേപ്പാൾ, ചൈന, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, റഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക്, റഷ്യയിൽ തന്നെ പകുതി എത്തുമ്പോൾ നമ്മൾ യൂറോപ്പിലേക്ക് എൻ്റർ ചെയ്യും. റഷ്യ പകുതി യൂറോപ്പിലും പകുതി ഏഷ്യയിലുമാണ്. യൂറോപ്പിൽ കയറി കഴിഞ്ഞാൽ ഫിൻലൻഡിൽ നിന്ന് എസ്തോണിയ, ലാത്വിയ, ലിത്വാനിയ, അങ്ങനെ ഒരു 19 കൺട്രീസ് ഇൻ യൂറോപ്പ്. അത് കഴിഞ്ഞിട്ട് ലണ്ടനിലേക്ക് UK കയറും. UK നിന്ന് അയർലൻഡിൽ നിന്ന് ഫൈനലി ലണ്ടൻ. അപ്പോൾ 75 ദിവസമാണ് ഈ യാത്ര, 5 ഡേയ്സ് ലണ്ടനിലും. അങ്ങനെ 80 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് എത്തുള്ളൂ. 7 സുന്ദര രാത്രികൾ എന്നുകൊണ്ട് എൻ്റെ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരു മനോരമയിൽ നിന്ന് വേറെ എന്തോ കാര്യത്തിന് ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ എന്താണ് അടുത്ത നിങ്ങളുടെ പ്രോജക്റ്റ് എന്ന് വെച്ചപ്പോൾ ഞാൻ സിനിമ പലതും പ്ലാനിങ്ങിലുണ്ട്, പക്ഷേ എൻ്റെ ഒരു എക്സൈറ്റിംഗ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഞാനൊരു യാത്ര പോവുകയാണ്. അപ്പോൾ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല ഇതിനെക്കുറിച്ച്. ഞാനത് അയാളോട് പേഴ്സണലി പറഞ്ഞതാണ്. പിന്നെ അടുത്ത ഞായറാഴ്ച വീട്ടിൽ നിന്ന് എനിക്ക് കോള് വരുന്നു, ബന്ധുക്കളുടെ കോൾസ് വരുന്നു. നീ എന്ത് തോന്നിയാസാണ് കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വീട്ടിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ എൻ്റെ റിലേറ്റീവ്സൊക്കെ വരുന്നു, ഭാര്യയെ ആശ്വസിപ്പിക്കുന്നു. പള്ളിയിലത്തെ അച്ഛൻ വന്നിട്ട് പറയുന്നു സാരമില്ല മകളെ നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ അപ്പോഴാണ് ഇത് ആളുകളെത്ര ഭയത്തോട് കൂടിയിട്ടാണ് ഈ യാത്രയെ കാണുന്നതെന്നുള്ളത് മനസ്സിലാവണം. അയ്യോ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. ശരിക്കും ഇപ്പൊ അച്ഛൻ വന്ന് ആശ്വസിപ്പിച്ചു, ചേച്ചിക്ക് അങ്ങ് വിഷമായി, വീട്ടുകാരെല്ലാം ഇങ്ങനെ ആശ്വാസം പറഞ്ഞു വിളിക്കുന്നത്, അത് ശരിക്കും ഒരു യാത്രയ്ക്ക് അങ്ങനെ ഒരു ടെൻഷനുണ്ടോ? ഇത് ഈ യാത്രയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ഇവർക്കാർക്കും അറിയില്ല. കാരണം ഈ പറഞ്ഞ രാജ്യങ്ങളെ കുറിച്ചൊന്നും ഇവർക്ക് അറിയില്ല, നമുക്കും അറിയില്ല. അപ്പോൾ അപകടങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അവെയർ ഒന്നുമല്ല. അപകടങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ആ യാത്ര പോകുമ്പോൾ ആ വണ്ടിയിൽ ഏതാണ്ട് 700 കിലോയിലധികം ലഗേജ് കൊണ്ടാണ് പോകുന്നത് 3 പേർക്ക്. അതിൽ ഇൻക്ലൂഡിങ് 2 വലിയ ഓക്സിജൻ സിലിണ്ടേഴ്സ് വരെ ഉണ്ട്. കാരണം ഈ ചൈനയിലേക്ക് കയറുന്നത്, നമ്മൾ നേപ്പാളിൽ നിന്ന് ചൈനയിലേക്ക് കയറുന്നത് ഏതാണ്ട് 3000 സമുദ്രനിരപ്പിൽ നിന്നും 3000-ലധികം അടി ഉയരമുള്ള ടിബറ്റിലേക്കാണ്. അപ്പോൾ ടിബറ്റ് വഴി പോകുമ്പോൾ പലപ്പോഴും ഓക്സിജൻ കിട്ടാതെ പ്രശ്നം വരാം. അപ്പോൾ സുരേഷ് ജോസഫ് സാർ എന്നേക്കാൾ ഒരു 10 വയസ്സ് പ്രായത്തിൽ കൂടുതലുള്ള ആളാണ്. എൻ്റെ ഒപ്പം ഉള്ള ബൈജു നായർ എന്നേക്കാൾ ഒരു 5 വയസ്സ് 6 വയസ്സ് താഴെയുള്ള ആളാണ്. ഞങ്ങൾ 3 പേരും 3 മേഖലയിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ 3 വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് ഇങ്ങനൊരു യാത്ര പോകണം. അതാണ് കൂടുതൽ അപകടകരമായിട്ടുള്ള കാര്യം. 3 പേരും ഇൻഡിപെൻഡൻറ്റ് ലീഡർഷിപ്പ് എടുക്കുന്ന ആൾക്കാരാണ്. ഈ ലീഡേഴ്സ് ആരുടെയും കീഴിൽ വർക്ക് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെ അതിലെ ഒരു റിസ്ക്. ഫ്രണ്ട്സ് പോകുന്ന കൂടെ അല്ല 3 പേരും ഫ്രണ്ട്സ് അല്ലായിരുന്നു. 3 പേരും ജസ്റ്റ് അറിയുന്ന, 2 പേര് തമ്മിൽ പരിചയമുണ്ടെന്നേ ഉള്ളൂ. 3ാമത്തെ ആൾക്ക് പരിചയമേ ഇല്ല. അപ്പോൾ അങ്ങനെ അപരിചിതരായിട്ടുള്ള 3 പേര് ഒരുമിച്ച് ഒരു 10 സ്ക്വയർ ഫീറ്റുള്ള ഒരു റൂമിൽ, ഇങ്ങനെ ചലിക്കുന്ന റൂമിൽ യാത്ര ചെയ്യുകയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഇമോഷണൽ റിസ്കുകൾ ഉണ്ടായിരുന്നു. ഈ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്, ഒരാളെ നിങ്ങൾക്കറിയാമെന്ന് പറയുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ അയാളുമായി ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. ഒന്ന്, അയാളോടൊപ്പം 3 ദിവസമെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര ചെയ്യണം. അല്ലെങ്കിൽ അയാൾക്ക് കുറച്ച് പൈസ കടം കൊടുക്കണം. അല്ലെങ്കിൽ അയാളിൽ നിന്ന് കുറച്ച് പൈസ നിങ്ങൾ കടം മേടിക്കണം. ഇത് 3ഉം ചെയ്തിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്കൊരാളെ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ അറിയാമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ശരിക്കും ഇങ്ങനെയാണ് യാത്ര പോകുന്നതെന്ന് ആദ്യം കേട്ടപ്പോൾ സമ്മതിച്ചപ്പോൾ തോന്നി, ആലോചിച്ചില്ല അല്ലേ? ചുമ്മാ ഒരു ട്രാവൽ എന്ന് വിചാരിച്ചുള്ളൂ. അല്ല, എനിക്കറിയാമായിരുന്നു ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് അനുസരിക്കണം എന്ന് എനിക്കറിയായിരുന്നു. കാരണം അദ്ദേഹം സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, നമ്മളെക്കാൾ ലോകപരിചയമുള്ള ആളാണ്. അദ്ദേഹത്തിന് യാത്ര ചെയ്ത് നല്ല പരിചയമുള്ള ആളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാനിങ് ഞാൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കാരണം വെൽ പ്ലാൻഡ്.
അത് ഈ ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിച്ചിട്ടുള്ള ആൾക്കാരും ഡിസിപ്ലിനേ ഇല്ലാതെ ജീവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരു കാര്യത്തിലും പ്ലാനിങ് ഇല്ല. അങ്ങനെ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ യാത്രയിൽ കൂടെ പോകാമെന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റിയത്. അതേസമയം അദ്ദേഹം എത്രയോ കാലം മാസങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്ത് ഈ റൂട്ട് ഏതൊക്കെ പലതരം റൂട്ടുകളുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ വഴി പോവാം. അപ്പോൾ അതിലുള്ള റിസ്കുകൾ, ഇപ്പം റഷ്യയിൽ തന്നെ ഖസാക്കിസ്ഥാന് പകരം ഉക്രൈൻ വഴി വേണമെങ്കിൽ പോവാം. അപ്പോൾ യുക്രൈൻ ആ സമയത്തൊരു കലാപം നടക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റി ഖസാക്കിസ്ഥാൻ വഴിയാക്കി എന്ന് പറയുന്ന ഒരു പ്ലാനിങ് എന്ന് പറയുന്നതിന് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ഇതാണ്. ഏറ്റവും സിമ്പിൾ കാര്യം, യാത്ര ചെയ്യുമ്പോൾ നമ്മൾ രാത്രി ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്ത രാവിലെ ഏർലി മോർണിംഗ് 6 മണിക്ക് പുറപ്പെടണം. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ 6 മണിക്ക് പുറപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്കെങ്കിലും എഴുന്നേറ്റ് റെഡി ആവണം. അപ്പം ഞാനൊക്കെ ഒരു 5:45 വരെ ഉറങ്ങിയിട്ട് അവസാനത്തെ 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത് നേരെ വണ്ടിയിൽ വന്നിട്ട് ഇരിക്കുകയാണ്. പുള്ളി അദ്ദേഹത്തിൻ്റെ ഒരു ആ കാര്യങ്ങളൊക്കെ നമ്മൾ അത്ഭുതപ്പെടും. ഒരു വാഷ് ചെയ്യുന്നത്, അതാത് ദിവസത്തെ കാര്യങ്ങളൊക്കെ അന്നന്ന് തന്നെ വാഷ് ചെയ്യും കൃത്യമായിട്ട്. അതൊക്കെ അങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ശരിക്കും ഈ യാത്രയിൽ നല്ല നല്ല എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടില്ലേ ജോസഫ്? ഒരു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു കാലം കഴിഞ്ഞിട്ട് പിന്നീട് എന്നെ മുന്നോട്ട് നയിക്കുന്നത്, എന്നെ ചലിപ്പിക്കുന്നത് ഈ യാത്രയായിരുന്നു. ഈ യാത്ര ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര എടുത്തുചാട്ടക്കാരനും ബഹളക്കാരനായിരുന്നു. ഈ യാത്ര എന്നെ കുറേയൊക്കെ കാമാക്കി. പിന്നെ പേഷ്യൻസ് വന്നു. പിന്നെ ഒരുപാട് പുതിയ ആളുകളെ പരിചയപ്പെട്ടു, ഒരുപാട് ലൈഫ് കണ്ടു, ഓരോ സ്ഥലത്തെ ആളുകളുടെ കഥകൾ കേട്ടു. ഇപ്പോൾ നമ്മൾ ഈ യാത്ര പോകുമ്പോൾ നമുക്ക് തന്നെ സ്വയം ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഇതാരും ചെയ്യാത്തൊരു കാര്യമാണ് ഞങ്ങൾ ചെയ്യണമെന്ന്. ആദ്യം എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഈ ആളുകൾ ഇതിനെക്കുറിച്ച് ഭയപ്പെടുക, ഇതിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യുമ്പോഴാണോ ഇതൊരു ഒരു ഭയങ്കര സംഭവമാണെന്ന് മനസ്സിലാവണം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത്തിരി കുറച്ച് നമ്മളൊരു ഭയങ്കര സംഭവമാണ് എന്ന് തോന്നിയിരിക്കുന്ന സമയത്താണ് ഈ മോസ്കോയിൽ ചെന്നപ്പോൾ അവിടെ ദത്തൻ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ദത്തൻ ചേട്ടൻ അവിടുത്തെ ഫോറിൻ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇന്ത്യനാണ്. 35 വർഷമായിട്ട് അദ്ദേഹം മോസ്കോയിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടാണ് നമ്മളറിയുന്നത് ഒരു മലയാളി മിസ്റ്റർ മേനോൻ, അയാൾ 1967 മറ്റോ ഏത് ഇയർന്ന് എനിക്കറിയില്ല, ബ്രഷ്നേവ് റഷ്യയുടെ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് ഡൽഹിയിൽ നിന്ന് മോസ്കോയിലേക്ക് നടന്നുപോയി. അപ്പോൾ ഇയാൾ നടക്കാൻ തുടങ്ങി. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടുള്ളൊരു യാത്രയാണത്. അങ്ങനെ 6 മാസം മറ്റോ എടുത്ത് പുള്ളി മോസ്കോയിലേക്ക് നടന്നെത്തി. അപ്പോഴാണ് നമുക്ക് കുറച്ച് അഹങ്കാരം കുറഞ്ഞത്. കാരണം ഭീകരന്മാർ വേറെയുണ്ട്. ഇറ്റലിയിൽ മിലാൻ എന്ന് പറഞ്ഞ നഗരത്തിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് അവിടുത്തെ നമ്മുടെ നയതന്ത്ര അംബാസഡേഴ്സ് ഓഫീസിൽ നിന്ന് ഞങ്ങൾക്കൊരു സ്വീകരണം തന്ന് അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഒരു വെയിറ്റർ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ നോക്കും. അപ്പോൾ എനിക്ക് തോന്നിയ ആൾക്ക് എന്തോ നമ്മളോട് പറയാനുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും പറയാനുണ്ടോ ആജാ? അപ്പോൾ അയാളകത്ത് വന്നു തോടെ. അപ്പോൾ പുള്ളി വന്നിട്ട് പുള്ളിക്ക് അറിയേണ്ടത് നിങ്ങൾ ഏത് റൂട്ടിലാണ് ഇവിടെ എത്തിയെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇന്ന റൂട്ടിലാണ് വന്നത്. അപ്പോൾ നിങ്ങൾ ആ റൂട്ടിലാണ് വന്നതല്ലേ, ഞാൻ ഇറാൻ വഴിയാണ് വന്നത്. ഇറാൻ വഴിയോ? നിങ്ങളെങ്ങനെ വന്നു? ഇറാൻ വഴി എങ്ങനെ വന്നു? ഞാൻ കൽക്കട്ടയിൽ നിന്ന് സൈക്കിളിൽ വന്നതാണ് ഇങ്ങോട്ട്. കൽക്കട്ടയിൽ നിന്ന് സൈക്കിളിൽ ഒരാൾ ലോകം ചുറ്റാൻ ഇറങ്ങിയിട്ട് യൂറോപ്പിൽ വെച്ചിട്ട് ഹംഗറിക്കാരിയായ വേറൊരു യുവതി സൈക്കിളിൽ ലോകം ചുറ്റാൻ ഇറങ്ങിയ ഒരു യുവതിയെ കണ്ടുമുട്ടുകയും ഒരു വഴിയിൽ വെച്ച് പ്രണയിക്കുകയും അങ്ങനെ രണ്ടുപേരും ഇറ്റലിയിൽ എത്തിയപ്പോൾ അവിടെ സെറ്റിലാവുകയും ചെയ്തു.